അമ്മയെ കണ്ടോ? ഇല്ല. അമ്മ എവിടെ പോയി? നമ്മുടെ കല്യാണക്കാരി ആലോചിക്കാൻ രാജയുടെ വീട്ടിൽ പോയിരിക്കല്ലേ. ഓഹോ, അതുകൊണ്ടാണോ ചേട്ടൻ കൂട്ടിലിട്ട പെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? നിനക്ക് സാരമില്ല, എന്റെ നെഞ്ചിരിപ്പ് എനിക്ക് അറിയാവൂ. ഓ, ചേട്ടന്റെ ഹൃദയത്തിന് ജെറ്റിനേക്കാൾ വേഗത ഉണ്ടല്ലോ ചേട്ടാ. അമ്മേ, എന്തായി? അങ്ങയുടെ അനുമതിയോടെ ആശീർവാദത്തോടെ അവിടുത്തെ 2 കുഞ്ഞുങ്ങൾക്കും കല്യാണം ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് മംഗളമായി നടത്താനുള്ള ശക്തി അങ്ങനെക്ക് നൽകണമേ. മക്കളെ, നിങ്ങളുടെ 2 പേരുടെ ഇഷ്ടം പോലെ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. എന്താ മോനെ നിനക്കത്ര സന്തോഷമില്ലാത്തത്? എന്റെ വിവാഹം ഇപ്പൊ തീരുമാനിക്കണ്ടായിരുന്നു അമ്മേ. നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ടല്ല, എനിക്കിപ്പോ വിവാഹം വേണ്ട. ഞാൻ വാക്ക് കൊടുത്തു പോയല്ലോ മോനെ, ഇനി മാറുന്നത് ശരിയാണോ? അമ്മേ, എന്റെ ഇപ്പോഴത്തെ സമയം കല്യാണത്തിന് പറ്റിയല്ലെന്ന് സ്വാമിജി പറഞ്ഞു. ഓഹോ, എന്നാൽ അത് ശരിയായിരിക്കും. അദ്ദേഹം ത്രികാലജ്ഞാനിയാണ്. ചേട്ടന്റെ കല്യാണം നിശ്ചയം പോലെ നടക്കട്ടെ. പിന്നെ നല്ല സമയം വരുമ്പോൾ എന്റെ കാര്യമാകാം. ശരിയാ മോനെ, എന്നാൽ ഞാൻ അവരെ വിവരം അറിയിക്കാം. ശരിയമ്മേ. ഹലോ, മിസ്സസ് നായരാണോ? അതെ അതെ, ഞാൻ തന്നെ. എന്ത് വേണം? നിങ്ങളുടെ മക്കളുടെ വിവാഹാലോചന ഉപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം എന്താണെന്ന് പറയണം. നിങ്ങളുടെ അന്തസ്സിന് ചേർന്നല്ല ബന്ധം. പുറമോടിയിൽ നിങ്ങൾ വിരണ്ടു പോകരുത്. ഒടുവിൽ ദുഃഖിക്കേണ്ടതായി വരും. നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ഒരു ബന്ധു. ഹലോ ഹലോ, കുഞ്ഞുണ്ണി, എഴുന്നേക്കണ. കുഞ്ഞുണ്ണി, എഴുന്നേക്കണ. അല്ല, മാലയോ ഈ അസമയത്ത് ഇവിടെ? ഇന്റലിജൻസ് ഓഫീസർ അല്ലേ, കാണുമ്പോൾ ഒരു ത്രില്ലോ സസ്പെൻസോ വേണ്ടേ? ഇങ്ങനെ സസ്പെൻസ് കാണിച്ചാൽ ആള് ക്ലോസ് ആയത് തന്നെ. ചില കള്ളന്മാരെ പിടിക്കാൻ അങ്ങ് നടക്കുന്നു, അതുപോലെ ഞാനും. ഒരുപക്ഷെ എന്നെ പിടിക്കാനുമായിരിക്കും. അതെ, എന്റെ മനസ്സ് കട്ടുകൊണ്ടുപോയ കള്ളനെ പിടിക്കാൻ. എന്നെ അറസ്റ്റ് ചെയ്ത് ആരെ ഏൽപ്പിക്കാനാ ഉദ്ദേശം? ആരെയും വകവയ്ക്കാതെ നടക്കുന്ന ഒരു വെകിളി പെണ്ണുണ്ടല്ലോ, മാല, അവളെ ഏൽപ്പിക്കൂ. അവൻ കടന്നു കളഞ്ഞു. ഞാനിവിടെ വരുന്നത് കണ്ട് അവനിവിടെ കയറിയതായിരിക്കും. കാരണം നമ്മൾ തമ്മിലുള്ള സ്നേഹം അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നില്ല. ഏതായാലും ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാം. വരൂ. ഇതാണ് എന്റെ വീട്. അമ്മേ, അമ്മയെ കാണാൻ ഒരു പുതിയ അതിഥി വന്നിരിക്കുന്നു. മരുമകൾ എന്ന് പറയും. ഇരിക്കൂ. എന്റെ വയറുകളും ചളങ്ങിപ്പോയല്ലോ. എന്തൊക്കെ ഞാൻ മെത്തയാണെന്ന് വിചാരിച്ചോ? സാരമില്ല കുഞ്ഞുണ്ണി, നമ്മുടെ മാലയല്ലേ. ആഹാ, എന്തിനാണ് രാത്രി കാലങ്ങളിൽ രണ്ടുപേരും കൂടെ ഇറങ്ങിയിരിക്കുന്നത്? വെറുതെ അമ്മയൊന്ന് കാണാൻ. ഓ ഓ ഓ, പടവട കഴിഞ്ഞ് ഗൃഹപ്രവേശങ്ങൾക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ കണക്കിന് അണ്ണ നാളെ ഈ തള്ളയും മുതൽ പിള്ളേരുമായിട്ട് കയറി വന്നുകളയല്ലോ. അമ്മേ, മാല. എന്താ മോനെ ഈ അസമയത്ത് മാലയുമായി? എന്നായാലും ഞാനിവിടെ വരേണ്ടവരല്ലേ? അല്ല, നേരത്തെ വന്ന് മുറികൾ ബുക്ക് ചെയ്താ ചണ്ടകൾ പിടിക്കാതെ കഴിക്കാമല്ലോ. കാരണം ഇവിടെയും 2 കക്ഷികളല്ലേ. ഇവിടെ വന്ന് വന്നേച്ചു പോകണമെന്ന് മാലയ്ക്കൊരു നിർബന്ധം. നേരം വളരെയായി, വീട്ടിൽ അന്വേഷിക്കില്ലേ മോളെ? ഇതെന്തൊരു ചോദ്യങ്ങളും പറ്റി. അണ്ണന്റെ വർക്കല്ലേ ലൈസൻസുകൾ കൊടുത്തിരിക്കുന്നത്. 1 മാസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു കൊണ്ട് വിട്ടിരുന്നാലും മുതലാളി കമാന ലക്ഷണങ്ങളും കൊണ്ടില്ല. എന്നാലും നമ്മൾ വന്ന് ആലോചിക്കണമല്ലോ. കുഞ്ഞുണ്ണി മാലയെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് വരും. ഞാൻ വരട്ടെ അമ്മേ. ശരി മോളെ. ശരി. ചന്ദ്ര, എന്താ നിനക്ക് മാലയോട് അത്ര സ്നേഹമാണ്? അതിൽ തെറ്റില്ലല്ലോ. കല്യാണമാകാത്ത ഒരു പെൺകുട്ടിയുമായി ഇങ്ങനെ ചുറ്റി നടക്കുന്നത് ശരിയാണോ മോനെ? ഇനി അത് ആവർത്തിക്കില്ല.
നീ അന്ന് പറഞ്ഞതുപോലെ ഈ കല്യാണക്കാര്യത്തിൽ ഇപ്പൊ എനിക്കും ചെറിയൊരു വിസമ്മതം. എന്താ കാര്യം? എനിക്കൊരാൾ ഫോൺ ചെയ്തു ഈ ബന്ധം പാടില്ലെന്ന്. ആര്? പേരെനിക്ക് പറഞ്ഞുകൂടാ. ഏതായാലും ഇതിന്റെ സത്യം അറിയുന്നത് വരെ നമുക്കൊന്നും തീരുമാനിക്കണ്ട. ഇയാളാണ് ഇന്റർനാഷണൽ സ്പൈ റാക്കറ്റിന്റെ ലീഡർ മിസ്റ്റർ ജാക്സൺ. എവിടെ എവിടെ എവിടെ? നല്ല ചന്തമുള്ള സായിപ്പ് ആണാ. നമുക്ക് ഇവിടെ പണം വലുതാക്കി ഇവിടെ വെച്ച് ഒരു മാലയൊക്കെ ഇട്ട് മടയാ, ഇവൻ ഭയങ്കര കള്ളനാണ്, കള്ളക്കടത്തുകാരൻ. വേണ്ട വേണ്ട, അയാളെ നേരിൽ കാണുമ്പോ ധൈര്യം കാണിച്ച്. ഇയാൾ നാളത്തെ പ്ലെയിനിൽ ഇവിടെ വരുന്നുണ്ട്. ഞാൻ പോയി അയാളെ വിളിച്ചോണ്ട് വന്നാലോ? ഈ മുറിക്കകത്ത് കയറ്റി വയറ് കയറി കുടലും പിണ്ടൊക്കെ എടുത്ത് അടുത്ത പ്ലെയിനിൽ കയറ്റി അയച്ചളേ. ഇയാൾ നാളെ വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. വന്നാൽ എവിടെയാണ് താമസം, ആരൊക്കെയാണ് ഇയാളെ കൂട്ടുകാർ, എങ്ങനെയൊക്കെയാണ് പ്രവർത്തനങ്ങൾ എന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം ഒരു നല്ല നേരം നോക്കി എല്ലാരും കൂടെ തൂത്തുവാരി ഒരു പിടി. എനിക്ക് മനസ്സിലായി അണ്ണന്റെ എണ്ണം. അപ്പോ ഞാൻ പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ. അയ്യോ, ഞാൻ തനിച്ചു പോവില്ല, അണ്ണൻ കൂടെ വേണം. സായിപ്പ് അല്ലെങ്കിൽ ചിലപ്പോ എന്നെ മതാനായികളെ. പോളിഷ് പോളിഷ് പോളിഷ്. സാർ ഇപ്പൊ വിട്ടേക്കാം. എക്സ്ക്യൂസ് മീ. പോളിഷ് പോളിഷ്. മുമ്പ് തന്നെ നല്ല ക്ലീൻ ആയിരിക്കുന്നില്ല. കൊന്നുകളയും പൊക്കോളൂ, നിൽക്കരുത്. ഈ ഓടി വരുന്ന ആളുണ്ട്, എടുക്കാൻ വയ്യാത്ത സ്ഥലത്ത് വെച്ചിട്ടാണ്. പിടിച്ചോളെ. നിൽക്കവിടെ. എന്താ കുഞ്ഞുണ്ണി? സാഹിബ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിങ്ങെടുക്കൂ. എടുക്കാനാ പറഞ്ഞത്? ഇല്ലെങ്കിൽ ബലം പ്രയോഗിക്കേണ്ടി വരും. എടുക്കൂ. നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട രഹസ്യ കേന്ദ്രങ്ങളും ഇതിനകത്തുണ്ട്. കുഞ്ഞുണ്ണി, ഇവിടെ സൂക്ഷിച്ചുള്ളൂ. ഞാൻ ഫോൺ ചെയ്ത് വന്നേക്കാം. എന്നാലും എന്നെ പെണ്ണാപ്പുറന്നവളെ ഇതൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? എന്ന് വെച്ചാൽ അതിനെ വെറുതെ വിടുവൊന്നുമില്ല. പോലീസ് സ്റ്റേഷൻ. എയർപോർട്ടിനടുത്ത് പ്രൈമറി സ്കൂളിന് സമീപം ഉടനെ 2 പോലീസുകാരായി ഞാൻ ഒരു സ്ത്രീയെ കസ്റ്റഡിയിലാക്കിയിട്ടുണ്ട്. താങ്ക് യു. കുഞ്ഞുണ്ണി, അയ്യോ എന്തായി? അയ്യോ എഴുന്നേൽക്കൂ. അയ്യോ എഴുന്നേൽക്കാണോ പറഞ്ഞു? അയ്യോ എന്തായി? അയ്യോ. ആ പെണ്ണ് പെടലിക്ക് ഒരു അടി അടിച്ചിട്ട് കിടന്നവൻ. അവൾ എങ്ങോട്ട് പോ? അങ്ങോട്ട് ഓടി. കാറിൽ കയറിക്കോളൂ. നമ്മുടെ രേഖകൾ ചന്ദ്രൻ പിടിച്ചെടുത്തിരിക്കും. നിങ്ങൾ ഉടൻ കാറിൽ പിന്തുടർന്ന് ആ രേഖകൾ പിടിച്ചു വാങ്ങണം. വണ്ടി വിട്.
ജാക്സൺ. ലവേഴ്സ് ക്ലബിന്റെ പേരിൽ മിസ്റ്റർ ജാക്സൺ സ്വാഗതം. അതുമാത്രമല്ല, ഇന്നിവിടെയുള്ള ലവേഴ്സ് ക്ലബിന്റെ അംഗങ്ങളിൽ ഇഷ്ടമുള്ള ഒരു യുവതിയെ തിരഞ്ഞെടുത്ത് വിവാഹം നടത്താൻ മിസ്റ്റർ ജാക്സന് പരിപൂർണ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ മിസ്റ്റർ ജാക്സന്റെ ലവ് ഇൻ കേരള നമ്മുടെ സ്നേഹബന്ധത്തെ എന്നെന്നും നിലനിർത്തട്ടെ.